പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആരാണ്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആരാണ്? ഉത്തരം മുരളി ശ്രീശങ്കർ. മുരളി ശ്രീശങ്കർ. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച കർണാടക സംഗീതജ്ഞയും നടിയുമായ വ്യക്തി ആരാണ്? അടുത്തിടെ അന്തരിച്ച കർണാടക സംഗീതജ്ഞയും നടിയുമായ വ്യക്തി. ഉത്തരം ആർ സുബ്ബലക്ഷ്മി. ആർ സുബ്ബലക്ഷ്മി. അടുത്ത ചോദ്യം, ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ലീജിയൻ ദി ഓണർ ബഹുമതി നേടിയ മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ലീജിയൻ ദി ഓണർ ബഹുമതി നേടിയ മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? ഉത്തരം വി ആർ ലളിതാംബിക. വി ആർ ലളിതാംബിക. അടുത്ത ചോദ്യം, സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ പോലീസിനൊപ്പം സൈബർ അവയർനെസ് പ്രൊമോട്ടർ എന്ന പേരിൽ വോളണ്ടിയർമാരെ നിയമിക്കുന്ന സംസ്ഥാനം ഏതാണ്? സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ പോലീസിനൊപ്പം സൈബർ അവയർനെസ് പ്രൊമോട്ടർ എന്ന പേരിൽ വോളണ്ടിയർമാരെ നിയമിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളം. അടുത്ത ചോദ്യം, കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റത്? കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ. ഉത്തരം ഡോക്ടർ ബിജോയ് നന്ദൻ. ഡോക്ടർ ബിജോയ് നന്ദൻ. അടുത്ത ചോദ്യം, പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം PG സംസ്കൃതി കേന്ദ്രം ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം PG സംസ്കൃതി കേന്ദ്രം ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഉത്തരം അരുന്ധതി റോയ്. അരുന്ധതി റോയ്. അടുത്ത ചോദ്യം, 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയ ജില്ല? 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയ ജില്ല. ഉത്തരം മലപ്പുറം. മലപ്പുറം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ വ്യക്തി ആരാണ്? 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ വ്യക്തി. ഉത്തരം ഡോക്ടർ എ കുഞ്ഞാമൻ. ഡോക്ടർ എ കുഞ്ഞാമൻ. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ല ഏതാണ്? 2023 ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ല. ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് മ്യൂസിയം ഓഫ് ദി മൂൺ എന്ന പേരിൽ പ്രദർശനം നടന്നത്. അടുത്ത ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം KG ശങ്കരപിള്ള. KG ശങ്കരപിള്ള. അടുത്ത ചോദ്യം, ടി പത്മനാഭൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയായ നളിനകാന്തി സംവിധാനം ചെയ്യുന്നത് ആരാണ്? ടി പത്മനാഭൻ്റെ ജീവിതത്തെ പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയായ നളിനകാന്തി സംവിധാനം ചെയ്യുന്നത് ആരാണ്? ഉത്തരം സുസ്മേഷ് ചന്ദ്രോത്ത്. സുസ്മേഷ് ചന്ദ്രോത്ത്. അടുത്ത ചോദ്യം, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ഉത്തരം ജിലുമോൾ. ഉത്തരം ജിലുമോൾ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ 6 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ ശുചിത്വ ബോധവൽക്കരണം നൽകാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ 6 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾക്ക്
ആർത്തവ ശുചിത്വ ബോധവൽക്കരണം നൽകാൻ വേണ്ടി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഷീ പാഡ് പദ്ധതി. ഷീ പാഡ് പദ്ധതി. അടുത്ത ചോദ്യം, ആഗോള ധനകാര്യ പ്രസിദ്ധീകരണമായ ദി ബാങ്കറിന്റെ ബാങ്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ ബാങ്ക് ഏതാണ്? ആഗോള ധനകാര്യ പ്രസിദ്ധീകരണമായ ദി ബാങ്കറിന്റെ ബാങ്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ ബാങ്ക് ഏതാണ്? ഉത്തരം ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്ക്. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവ സാംസ്കാരിക സമിതിയുടെ ഈ വർഷത്തെ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. വേലുത്തമ്പി ദളവ സാംസ്കാരിക സമിതിയുടെ ഈ വർഷത്തെ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. ഉത്തരം ഇ ശ്രീധരൻ. ഇ ശ്രീധരൻ. അടുത്ത ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിക്കുന്നത്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിക്കുന്നത്? ഉത്തരം 50. 50-ാം വാർഷികമാണ് 2023 ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം, 2024 നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം. 2024 നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം. ഉത്തരം തിരുവനന്തപുരം. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കേരളം. ഉത്തരം കേരളം. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഈറ്റ് റൈറ്റ് റെയിൽവേ സ്റ്റേഷനുകളുള്ള സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഈറ്റ് റൈറ്റ് റെയിൽവേ സ്റ്റേഷനുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത ആനപ്പക എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത ആനപ്പക എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഉണ്ണികൃഷ്ണൻ പുതൂർ. ഉണ്ണികൃഷ്ണൻ പുതൂർ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ ആയി ചുമതലയേറ്റത് ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം CN രാമൻ. CN രാമൻ. അടുത്ത ചോദ്യം, രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ നിന്ന് കേരളത്തിൽ ഇടം പിടിച്ച ഏക നഗരം ഏതാണ്? രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ഏക നഗരം ഏതാണ്? ഉത്തരം കോഴിക്കോട്. ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, ഊർജ കാര്യക്ഷമത സൂചികയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഊർജ മന്ത്രാലയം നൽകുന്ന പുരസ്കാരങ്ങളിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം. ഊർജ കാര്യക്ഷമത സൂചികയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഊർജ മന്ത്രാലയം നൽകുന്ന പുരസ്കാരങ്ങളിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം. ഉത്തരം ആന്ധ്രാപ്രദേശ്. ഉത്തരം ആന്ധ്രാപ്രദേശ്. 2-ാം സ്ഥാനം ലഭിച്ചത് കേരളത്തിനാണ്. 2-ാം സ്ഥാനം കേരളം. അടുത്ത ചോദ്യം, ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമാക്കിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേര്. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമാക്കിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ശലഭം. ഉത്തരം ശലഭം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന വ്യക്തി ആരാണ്? 2023 ഡിസംബറിൽ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം കാനം രാജേന്ദ്രൻ. ഉത്തരം കാനം രാജേന്ദ്രൻ. അടുത്ത ചോദ്യം, 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ ജാപ്പനീസ് ചിത്രം ഏതാണ്? 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ ജാപ്പനീസ് ചിത്രം. ഉത്തരം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അടുത്ത ചോദ്യം, 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരത്തിന് അർഹനായത് ആര്?
28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചക്കോരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ഷോക്കിർ ഖോലിക്കോവ്. ഷോക്കിർ ഖോലിക്കോവ്. ചിത്രം സൺഡേ. ചിത്രം സൺഡേ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ്? രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം. ഉത്തരം ധർമ്മടം. ഉത്തരം ധർമ്മടം. അടുത്ത ചോദ്യം, കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം സുധീർ നാഥ്. സുധീർ നാഥ്. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എ സതീഷ്. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എ സതീഷ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ കേരളത്തിൽ സ്ഥിരീകരിച്ച കോവിഡ് വകഭേദം ഏതാണ്? 2023 ഡിസംബറിൽ കേരളത്തിൽ സ്ഥിരീകരിച്ച കോവിഡ് വകഭേദം ഏതാണ്? ഉത്തരം JN1. JN1. അടുത്ത ചോദ്യം, 2024 കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി. 2024 കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി. ഉത്തരം കാസർഗോഡ്. ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തി. ഉത്തരം KP വിശ്വനാഥൻ. KP വിശ്വനാഥൻ. അടുത്ത ചോദ്യം, സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 15ാം പതിപ്പിന് വേദിയാകുന്ന സ്ഥലം. സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന് വേദിയാകുന്ന സ്ഥലം തൃശ്ശൂർ. തൃശ്ശൂർ. അടുത്ത ചോദ്യം, ബാലവേല, ബാലവിവാഹരഹിത കേരളം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ബാലവേല, ബാലവിവാഹരഹിത കേരളം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ശരണബാല്യം. ശരണബാല്യം. അടുത്ത ചോദ്യം, സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ മുന്നോടിയായി സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ച രാജ്ഭവൻ. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ മുന്നോടിയായി സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ച രാജ്ഭവൻ. ഉത്തരം കൊൽക്കത്ത രാജ്ഭവൻ. കൊൽക്കത്ത രാജ്ഭവൻ. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളി ആരാണ്? അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളി ആരാണ്? ഉത്തരം ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാൻ. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവി ഏതാണ്? അടുത്തിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവി ഏതാണ്? ഉത്തരം എൽത്തൂസ നെമോ. എൽത്തൂസ നെമോ. അടുത്ത ചോദ്യം, ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം കുരീപ്പുഴ ശ്രീകുമാർ. ഉത്തരം കുരീപ്പുഴ ശ്രീകുമാർ. അടുത്ത ചോദ്യം, ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ച സ്ഥാപനം. ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ച സ്ഥാപനം. ഉത്തരം ISRO. ഉത്തരം ISRO. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം സഞ്ജു സാംസൺ. ഉത്തരം സഞ്ജു സാംസൺ. അടുത്ത ചോദ്യം, 2023 അർജുന അവാർഡ് നേടിയ മലയാളി. 2023 അർജുന അവാർഡ് നേടിയ മലയാളി. ഉത്തരം മുരളി ശ്രീശങ്കർ. ഉത്തരം മുരളി ശ്രീശങ്കർ. അടുത്ത ചോദ്യം, അതിവേഗം വികസിക്കുന്ന കേരളത്തെ 2030 ഒറ്റ നഗരമായി മാറ്റുവാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗര നയ കമ്മീഷന്റെ അധ്യക്ഷൻ. അതിവേഗം വികസിക്കുന്ന കേരളത്തെ 2030 ഒറ്റ നഗരമായി മാറ്റുവാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗരനയ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ M സതീഷ് കുമാർ. ഡോക്ടർ M സതീഷ് കുമാർ. അടുത്ത ചോദ്യം, റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏത്? റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി. ഉത്തരം സുജലം. ഉത്തരം സുജലം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച ഇടയ്ക്ക കലാകാരൻ ആരാണ്?
2023 ഡിസംബറിൽ അന്തരിച്ച ഇടയ്ക്ക കലാകാരൻ തിച്ചൂർ മോഹനൻ. അടുത്ത ചോദ്യം, ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സർവകലാശാല. ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സർവകലാശാല. ഉത്തരം കേരള സർവകലാശാല. അടുത്ത ചോദ്യം, 2021 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ മാതൃകം. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ മാതൃകം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ കേരള മന്ത്രിസഭ പുനഃസംഘടനയെ തുടർന്ന് രാജിവെച്ച മന്ത്രിമാർ. 2023 ഡിസംബറിൽ കേരള മന്ത്രിസഭ പുനഃസംഘടനയെ തുടർന്ന് രാജിവെച്ച മന്ത്രിമാർ. ഉത്തരം അഹമ്മദ് ദേവർകോവിൽ ആന്റണി രാജു. അടുത്ത ചോദ്യം, 2023 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2023 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം ബി ഇക്ബാൽ. അടുത്ത ചോദ്യം, 2023 കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായത്. 2023 കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഉത്തരം കലാമണ്ഡലം ഗോപി. അടുത്ത ചോദ്യം, റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനം. ഉത്തരം ഉമ. അടുത്ത ചോദ്യം, പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനു വേണ്ടി അക്ഷയ ജ്യോതി എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനു വേണ്ടി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ല. ഉത്തരം പാലക്കാട്. അടുത്ത ചോദ്യം, 2023 മന്ത്രിസഭ പുനഃസംഘടനയെ തുടർന്ന് പുതുതായി മന്ത്രിമാരാകുന്നത്. 2023 മന്ത്രിസഭ പുനഃസംഘടനാ പ്രകാരം പുതുതായി മന്ത്രിമാരാകുന്നത് ഉത്തരം ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രി. കടന്നപ്പള്ളി രാമചന്ദ്രൻ, തുറമുഖ വകുപ്പ് മന്ത്രി. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയും കടന്നപ്പള്ളി രാമചന്ദ്രൻ തുറമുഖ വകുപ്പ് മന്ത്രിയും. അടുത്ത ചോദ്യം, ഇന്ത്യ യുറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ ആരാണ്? ഇന്ത്യ യുറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ ആരാണ്? ഉത്തരം ഡോക്ടർ എ വി അനൂപ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച ടി എ ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 ഡിസംബറിൽ അന്തരിച്ച ടി എ ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫുട്ബോൾ. അടുത്ത ചോദ്യം, സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? ഉത്തരം കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ട്രാൻസ് വിമൺ ഡോക്ടർ ആരാണ്? ഉത്തരം ഡോക്ടർ വിഭ. അടുത്ത ചോദ്യം, ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏത്? ആരംഭിക്കുന്ന പദ്ധതി ഉത്തരം ബൈക്ക് എക്സ്പ്രസ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഉത്തരം രജീന്ദ്രകുമാർ. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കലറകൾ കണ്ടെത്തിയ ജില്ല. 2023 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കലറകൾ കണ്ടെത്തിയ ജില്ല. ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, കേരള പോസ്റ്റൽ സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായി ചുമതലയേറ്റത്. ഉത്തരം JT വെങ്കടേശ്വരൻ.
അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ അത്യപൂർവമായ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത്? 2023 ഡിസംബറിൽ കേരളത്തിൽ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ അത്യപൂർവമായ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത്? ഉത്തരം ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് വ്യക്തി? കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? ഉത്തരം PB അനീഷ്. PB അനീഷ്. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം 2023 ജേതാവ്? രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം 2023 ജേതാവ്? ഉത്തരം സുഹൃത പോൾകുമാർ. സുഹൃത പോൾകുമാർ. കൃതി സോൾട്ട് ആൻഡ് പെപ്പർ സെലക്ടഡ് പോയംസ്. സോൾട്ട് ആൻഡ് പെപ്പർ സെലക്ടഡ് പോയംസ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ സംസ്ഥാന വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്? 2023 ഡിസംബറിൽ സംസ്ഥാന വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്? ഉത്തരം ഓപ്പറേഷൻ ജംഗിൾ സഫാരി. ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച നാടകകൃത്തും സംവിധായകനുമായ വ്യക്തി? 2023 ഡിസംബറിൽ അന്തരിച്ച നാടകകൃത്തും സംവിധായകനുമായ വ്യക്തി? ഉത്തരം പ്രശാന്ത് നാരായണൻ. പ്രശാന്ത് നാരായണൻ. അടുത്ത ചോദ്യം, മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ PT തോമസ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ PT തോമസ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? ഉത്തരം മാധവ് ഗാഡ്ഗിൽ. ഉത്തരം മാധവ് ഗാഡ്ഗിൽ. അടുത്ത ചോദ്യം, തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി? തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി? ഉത്തരം K-സ്മാർട്ട്. K-സ്മാർട്ട്. അടുത്ത ചോദ്യം, കൊടാക് മഹീന്ദ്ര ബാങ്ക് ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തി? കൊടാക് മഹീന്ദ്ര ബാങ്ക് ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തി? ഉത്തരം CS രാജൻ. CS രാജൻ. അടുത്ത ചോദ്യം, ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിൻ്റെ KPS മേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത്? ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിൻ്റെ KPS മേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? ഉത്തരം സഞ്ജീവ് സന്യാൽ. സഞ്ജീവ് സന്യാൽ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി? സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി? നിലാവ്. നിലാവ്. അടുത്ത ചോദ്യം, ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്തുന്നതിനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള KSRTCയുടെ പുതിയ സംവിധാനം? ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കുവാനുള്ള KSRTCയുടെ പുതിയ സംവിധാനം? ഉത്തരം ചലോ ആപ്പ്. ചലോ ആപ്പ്. അടുത്ത ചോദ്യം, കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ? കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ? കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ ഓക്സോ മീറ്റ് 2023. ഓക്സോ മീറ്റ് 2023.